വീഡിയോയിൽ കണ്ട പോലെ വേസ്റ്റിന് മേലേക്ക് വരുന്ന ഹൈ ഫുൾ ടോസ് അത് മേലെക്കൂടെ വന്ന് സ്റ്റംപിൽ തട്ടിയാൽ അത് ഔട്ട് ആണോ നോ ബോൾ ആണോ? നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തു. അക്കോർഡിംഗ് ടു ദ ക്രിക്കറ്റ് ലോ, ഹൈ ഫുൾ ടോസ് മേലെക്കൂടെ വന്ന് സ്റ്റംപിൽ വന്ന് തട്ടിയാലും ഇല്ലെങ്കിലും 3 സിനാരിയോ ആണ് അമ്പയേഴ്സ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ഒന്നാമത്തെ സിനാരിയോ ആണ് ബാറ്റ്സ്മാന്റെ ആക്ച്വൽ സ്റ്റാൻസിൽ നിൽക്കുമ്പോൾ. ഒരു ബാറ്റർ ആക്ച്വൽ സ്റ്റാൻസിൽ നിൽക്കുമ്പോൾ, പോപ്പിംഗ് ക്രീസ് അഥവാ ബാറ്റിംഗ് ക്രീസിൽ നിൽക്കുമ്പോൾ ആ ബാറ്ററുടെ വേസ്റ്റിന് മേലെയാണോ ആ ബോൾ എന്ന് ഇമാജിൻ ചെയ്ത് നോക്കും. ഇനി സെക്കൻഡ് സിനാരിയോ നോക്കുകയാണെങ്കിൽ ആ ബോളിന്റെ ട്രജക്ടറി, ആ ബോൾ ഡിപ്പ് ചെയ്ത് ആക്ച്വൽ സ്റ്റാൻസിൽ നിൽക്കുമ്പോൾ ബാറ്ററുടെ വേസ്റ്റിന് താഴെയാണോ എന്ന് ഇമാജിൻ ചെയ്ത് നോക്കും. തേർഡ് വൺ, ആക്ച്വൽ സ്റ്റാൻസിൽ നിൽക്കുമ്പോൾ നന്നായിട്ട് ബാറ്റ്സ്മാൻ ബെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററുടെ ആക്ച്വൽ സ്റ്റാൻസിൽ നിൽക്കുമ്പോൾ വേസ്റ്റിന് താഴെയാണോ മേലെയാണോ എന്നും അമ്പയർ ഇമാജിൻ ചെയ്ത് നോക്കും. അപ്പൊ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അത്യാവശ്യം കാര്യങ്ങൾ അമ്പയറിന് ലെഗ് അമ്പയറിന് ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരുപാട് പ്ലേയേഴ്സിന്റെ തെറ്റിദ്ധാരണയാണ് ബോൾ ബാറ്ററുടെ തലയുടെ മേൽക്കൂടെ വന്ന് സ്റ്റംപിൽ തട്ടിയാലും അത് നോ ബോൾ അല്ല ഔട്ടാണ് എന്നുള്ളത്. അങ്ങനെയല്ല, ബോൾ എങ്ങനെ വന്നാലും ഈ ഒരു 3 സിനാരിയോയും അമ്പയർ ശ്രദ്ധിച്ചിട്ട് വേണം വിളിക്കാൻ. ഇനി നിങ്ങൾ പറയുക, ആദ്യം കണ്ട വീഡിയോയിൽ ആ ബാറ്റർ ഔട്ടാണോ അല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യുക.